നമസ്കാരം. മഹാശിവരാത്രി ദിവസം പാപങ്ങൾ നശിക്കുവാനായി, നമുക്ക് ക്ലാരിറ്റി കിട്ടുവാനായി, ശ്രദ്ധ ഉണ്ടാകുവാനായി, നമ്മുടെ പ്രവൃത്തികളിൽ ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയുവാനായി, മോക്ഷപ്രാപ്തിയിലേക്ക് നമ്മുടെ മനസ്സിനെ നയിക്കുവാൻ ഒരു ശ്ലോകമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങളെല്ലാം തന്നെ അങ്ങനെ തന്നെ ഡെപ്പിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ശ്ലോകം ശിവ അപരാധ ക്ഷമാപണ സ്തോത്രം ആചാര്യസ്വാമികൾ രചിച്ചതാണ്. ആചാര്യസ്വാമികൾ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കിക്കൊള്ളണം, അത് ശങ്കരാചാര്യ സ്വാമികളാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. വലിയൊരു കൃതിയാണ്, മഹത്തായ സന്ദേശം നൽകിയ കൃതിയാണ്. ആദൗ കർമ്മ പ്രസംഗാത് കലയതി കലുഷം മാതൃകുക്ഷൗ സ്ഥിതം മാം എന്ന് തുടങ്ങുന്നു. കർമ്മത്തിൻ്റെ ഗതിവിഗതികളെ കൊണ്ട് നാം പുനർജനിക്കുന്നു. മാതൃകുക്ഷൗ സ്ഥിതം മാം, മാതാവിൻ്റെ ഗർഭത്തിൽ നാം പതിക്കുന്നു. അത് മുതൽക്ക് ആചാര്യൻ തുടങ്ങിയിട്ടുണ്ട്. ആ ശ്ലോകം, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. സംസ്കൃതത്തിലും മലയാളത്തിലുമൊക്കെ ഉണ്ട്. ഈ ശ്ലോകം ഏവരും ശിവരാത്രിക്ക് മുമ്പ് തന്നെ പഠിക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. അതിൻ്റെ അവസാന ശ്ലോകം വീഡിയോ വളരെ ലെങ്തി ആവും, അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യത്തെ ശ്ലോകം തുടങ്ങുന്നത് ആദൗ കർമ്മപ്രസംഗാത് കലയതി കലുഷം മാതൃകുക്ഷൗ സ്ഥിതം മാം. അപ്പോൾ നാം എവിടെയൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് മുതൽ അവസാനം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണ നയനജം വാ മാനസം വാ അപരാധം വിഹിതം വാ സർവമേതത് ക്ഷമസ്വ ശിവ ശിവ കരുണാബ്ധേ ശ്രീമഹാദേവ ശംഭോ എന്ന് അദ്ദേഹം ആ ശ്ലോകം അവസാനിപ്പിക്കുന്നു. ഏവരും ഇത് പഠിച്ച് വരും തലമുറയ്ക്ക് പകർന്നു കൊടുത്ത് ശിവരാത്രി ദിവസം കഴിയുന്നത്ര പ്രാവശ്യം പഞ്ചാക്ഷരിയൊക്കെ ജപിക്കുക. അതോടൊപ്പം തന്നെ ശിവ അപരാധ ക്ഷമാപണ സ്തോത്രം ജപിക്കുക. ഈ ഒരു ഇൻഫർമേഷൻ ഏവരിലേക്കും എത്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. നമസ്കാരം.